ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ നിസാമുദ്ദീൻ ഹസ്രത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അങ്ങനെ മുൻപോട്ട് നടന്നിട്ട് നമ്മളെ റൂമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് നിസാമുദ്ദീൻ ഹസ്രത്തിൻ്റെ അവിടെ തന്നെ നമുക്ക് റൂമൊക്കെ സെറ്റ്. അങ്ങനെ നമ്മൾ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ റൂമിൽ വെച്ചിട്ട് മുൻപോട്ട് അവരുടെ സ്ട്രീറ്റ് കൂടെ ഒന്ന് അലഞ്ഞ് തിരിഞ്ഞ് നടന്നു നോക്കിയിട്ടും എങ്ങനെയുണ്ട് വൈബ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ ഫുഡും കഴിക്കേണ്ടി വന്നിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരഞ്ഞ് നല്ല ഇങ്ങനെ മുൻപോട്ട് തിരഞ്ഞ് നടന്നിട്ടോ, നല്ലൊരു റെസ്റ്റോറൻറ്റ് ഹോട്ടൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മുൻപോട്ട് തന്നെ നടന്നിട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു, സംഭവം അടിപൊളി തന്നെ. ഇത് രാത്രിയാണെന്ന് തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് മുൻപോട്ട് നടന്നപ്പോൾ നല്ലൊരു തിരക്കിലൊരു ഹോട്ടൽ കണ്ടിട്ടോ. അവിടെ ഞങ്ങൾ അതിനെക്കുറിച്ച് ചോദിച്ചറിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നല്ല ബെസ്റ്റ് ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണത് എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിരുന്നത് അവരുടെ സ്പെഷ്യലായിട്ടുള്ള ബിരിയാണി തന്നെയായിരുന്നു കേട്ടോ. നല്ല സ്പൈസി ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ അത് ഞങ്ങൾ അവിടെ കഴിക്കുന്ന നേരത്തെ അവിടെ കുറച്ച് ചില റൊട്ടിയും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് അവരുടെ സ്പെഷ്യലാണെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഞങ്ങൾ ആ റൊട്ടി എടുത്തു കേട്ടോ. അതിൻ്റെ കൂടെ സംഭവം വൈബ് തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ വയറ് നിറച്ച് അടിപൊളിയായിട്ട് കഴിച്ചിട്ടോ. ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത് അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് ബില്ലും കൊടുത്തുകൊണ്ട് പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് നല്ല സ്വീറ്റ്സ് ആയിട്ടുള്ള പരിപാടി ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ ആ സ്വീറ്റും കഴിക്കാൻ ഇറങ്ങിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം മധുരം അത് നിർബന്ധമാണല്ലോ നമുക്ക്. അതുകൊണ്ട് നമ്മൾ ആ സ്വീറ്റും കഴിച്ചിട്ടോ. സംഭവം ഒരു വൈബ് തന്നെയായിരുന്നു. ആ ഭക്ഷണത്തിന് പുറമെ ആ സ്പൈസി ആയിട്ടുള്ള ബിരിയാണിക്ക് ശേഷമുള്ള ആ സ്വീറ്റ് ഫുഡ് ഉണ്ടല്ലോ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അങ്ങനെ മുൻപോട്ട് നടന്നിട്ട് ആ സ്ട്രീറ്റ് കൂടെ വീണ്ടും നടന്നിട്ടോ. ഞങ്ങൾ ഹസ്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്, നിസാമുദ്ദീൻ ഹസ്രത്തിലേക്ക്. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുൻപോട്ട് ഇങ്ങനെ നടന്നിട്ട് മുൻപോട്ട് കണ്ട കാഴ്ചകളാണ് കേട്ടോ ഇനിയിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. അങ്ങനെ കഴിച്ച് നമ്മൾ നടന്ന് നമ്മളെ നിസാമുദ്ദീൻ ഹസ്രത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടോ. അതിൻ്റെ അകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചപ്പൽസ്, അതായത് നമ്മൾ ഷൂ അങ്ങനത്തെ ചെരുപ്പുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ലതല്ല കേട്ടോ. അത് പുറത്ത് അയച്ചു വെച്ചിട്ട് വേണം കേട്ടോ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. അവിടെ വെക്കണമെന്നുണ്ടെങ്കിൽ അവിടെ സൂക്ഷിപ്പുകാരനുണ്ടാവും. അപ്പോൾ അവിടെ അടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20 രൂപ ഒരാൾക്ക് ചാർജ് വരും കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ നിസാമുദ്ദീൻ ഹസ്രത്തിൻ്റെ അകത്താണുള്ളത്. അപ്പോൾ അകത്തെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ അതിൻ്റെ അകത്തെത്തിയപ്പോൾ അവിടെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ അങ്ങനെ വ്യത്യാസമില്ലാതെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഹിന്ദു, മുസ്ലിം അങ്ങനെയൊന്നും മതവ്യത്യാസങ്ങളില്ലാതെ അതിൻ്റെ അകത്ത് കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. നല്ല വൈബ് തന്നെയായിരുന്നു. നല്ലൊരു അന്തരീക്ഷം തന്നെയായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ എത്തിയത് ഒരു മഗ്‌രിബിന് ശേഷമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് മഗ്‌രിബ് നിസ്കരിക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പള്ളിയിലൊക്കെ കയറി ഞങ്ങൾ മഗ്‌രിബ് നിസ്കാരവും അവിടുന്ന് കഴിച്ചു.
നിങ്ങൾ കണ്ടത് അവരുടെ ആചാരത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള സോങ്ങാണ് കേട്ടോ. ഉറുദു സോങ്ങാണ്. ഡൽഹി നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ നമ്മുടെ നിസാമുദ്ദീൻ ഹസ്രത്ത്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കാണാൻ ശ്രമിക്കും കേട്ടോ. നൈസായിട്ടുള്ള പ്ലേസ് തന്നെയാണ്. നല്ല അടിപൊളി വൈബ് തന്നെയാണ് കേട്ടോ അവിടെ പോയാൽ. അടുത്ത വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.